ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനും അമ്മയും കൂടി ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നല്ലേ, എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ പുതിയ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ബസ്സിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതുവെ വണ്ടികൾ കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല, കുറച്ച് ദൂരം പോകേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര ചൂടും വെയിലും ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടൻ്റെ ഓട്ടോ വിളിച്ചാണ് പോയത്. കാരണം നമുക്ക് ലൊക്കേഷൻ അറിയില്ല കറക്റ്റ്. പുതിയ വീടായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സിനോടും അടുത്തുള്ളവരോടൊക്കെ ചോദിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പോകുന്ന വഴിയിൽ കാണുന്ന വീടുകളും പരിസരമൊക്കെ എൻ്റെ ഗ്രാമമാണ് കേട്ടോ. എൻ്റെ കൊച്ചു ഗ്രാമം, എൻ്റെ അതിമനോഹരമായ ഗ്രാമം, നമ്മുടെ മലയച്ചൻ്റെ നാടായ ചെറുകോൽ എന്ന എനിക്കേറെ പ്രിയപ്പെട്ട ഗ്രാമമാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഗ്രാമം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്ത് രസമാണല്ലേ നമ്മളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്, നദികളും കനാലുകളുമൊക്കെ ആസ്വദിച്ച്, മരങ്ങളുടെ തണുത്ത കാറ്റും ഒക്കെ ആസ്വദിച്ച്, കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് പോകാനായിട്ട് എന്ത് രസമാണ്. ഈ കാടും പുഴകളും നദികളും മരങ്ങളും ഈ ഗ്രാമപ്രദേശമൊക്കെ കാണാനല്ലേ. നമ്മളിങ്ങനെ ലയിച്ച് ആസ്വദിച്ച് വണ്ടിയിൽ പോയി കഴിയുമ്പോൾ നമ്മൾ എവിടെ ഇറങ്ങേണ്ടത് എല്ലാം മറന്നു പോകും. കാരണം അത്രയ്ക്ക് മനോഹരമാണ് പ്രകൃതിയുടെ ഭംഗിയെന്ന് പറയുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇതുവരെ നമ്മൾ സ്ഥലത്ത് എത്തിയില്ല കേട്ടോ. അങ്ങനെ അവസാനം സുഹൃത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലെത്തിയതിന് ശേഷം നമ്മൾ വീട്ടിലെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ കണ്ട ഒരു ചേട്ടൻ്റെ അടുത്ത് വഴിയൊക്കെ ചോദിച്ച് അങ്ങനെ അവസാനം നമുക്ക് സ്ഥലമൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചേറെ കയറ്റമുണ്ട്. അപ്പോൾ കയറ്റം കയറി വേണം പോകാനായിട്ട്. രണ്ട് സൈഡിലും റബ്ബർ മരങ്ങളും റബ്ബർ തോട്ടവും കാടും ഒക്കെയാണ്. എന്ത് ഭംഗിയല്ലേ. ചൂട് ഭയങ്കരമാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തെത്തിയില്ല, കുറച്ചുകൂടെ കയറ്റം കയറി പോകണം. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് സ്ഥലത്തെത്തിയില്ല, ഒരല്പ ദൂരം കൂടെ പോയാൽ മതി എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ. ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കുള്ള വഴിയുടെ അടുത്തെത്തി നിൽക്കുകയാണ് നമ്മളിപ്പോൾ. അങ്ങനെ നമ്മൾ ഓട്ടോ ചേട്ടനെയൊക്കെ പറഞ്ഞു വിട്ട് നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ്. നടക്കുന്ന വഴിയാണ് കേട്ടോ ഇത്. എന്തായാലും കൂട്ടുകാരെ, അങ്ങനെ നടന്ന് നമ്മൾ വീടിൻ്റെ പടിക്കലെത്തി ഗൈസ്. നമ്മൾ എത്തിയപ്പോഴേക്കും പാലുകാച്ചൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി എത്താനായിട്ട്. രാവിലെ 7 മണിക്കോ 8 മണിക്കോ ഇടയ്ക്ക് എന്തോ ആണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മണി 10:30 11 ആയി നമ്മളെത്തിയപ്പോൾ. നമ്മളിവിടെ വന്നപ്പോൾ സുഹൃത്തിനെ കാണാൻ പറ്റിയില്ല. വീടിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഓടി നടക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ പിന്നെ അകത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ അകത്തേക്ക് കയറുവാണ്. വീടിനകത്തെ കാഴ്ചകൾ കാണാനായിട്ട് കയറുവാണ്. വീടിനകത്തെ കാഴ്ചകളാണ്, പുതിയ വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ കുറേ നേരമായിട്ട് ഒരു സഞ്ചിയും പിടിച്ച് അവിടെ നിൽക്കുന്നു. ഇത് കിച്ചണിനകത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആൻറ്റി നമുക്ക് രാവിലെ പാല് കാച്ചി ഒരല്പം പാല് കൊണ്ട് തന്ന് അതൊക്കെ കുടിച്ച് അവിടെ
ഉണ്ടായിരുന്ന ഒരു കൊച്ചു സുന്ദരി കുട്ടിയുടെ കളിചിരികളൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ കൂട്ടുകാരുമൊത്ത് അല്പസമയം സ്കൂൾ കല ഓർമ്മകളും ഒക്കെ കഥകളും ഒക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അവരോടൊത്ത് കുറച്ച് നേരം നമ്മളവിടെ ചിലവഴിച്ചു. പിന്നീട് നമ്മൾ സുഹൃത്തിനോടും അമ്മയോടും ഒക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി.